എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഓക്കെ, സമയം 2:56. മാർക്കറ്റ് ഓൾമോസ്റ്റ് തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്ത ലെവൽ തന്നെയാണ് 24,592 എന്നുള്ള ലെവൽ. ആ ലെവലിലേക്ക് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുമോ അതോ സിയിൽ കുറച്ച് പോകുമോ എന്നുള്ള കാര്യങ്ങളാണ് 3 മണിക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 195 താഴത്തോട്ട് വന്നാൽ മാത്രമേ, ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് സിയുടെ ഒരു ഡൗൺ മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ നിലവിലിപ്പോൾ 205, 257 ആയിട്ടുണ്ട്. അപ്പം അത് 195 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകുമോ, തിരിച്ച് ഈ ഒരു ക്യാൻഡിലിന്റെ ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. RSI സ്റ്റിൽ സി സൈഡാണ്. അപ്പം അത് 24,500 സി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം 194 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് 213 ഭാഗത്തേക്ക് പോയി ക്ലോസ് ആവുമെന്ന് നോക്കണം. അപ്പോൾ പിയുടെ ലെവല് ഇപ്പം SMA റിജക്ട് ചെയ്ത് നിൽക്കുകയാണ്. പിയുടെ ലെവല് SMA റിജക്ട് ചെയ്ത് നിൽക്കുക. പക്ഷെ പിയുടെ മൂവ്മെന്റ് എവിടെ നിന്നാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ 299 മുകളിലോട്ട് പോകാതെ ഒരു കാരണവശാലും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 205, 195, 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 213. അതായത് ഈ ക്യാൻഡിൽ തിരിച്ചു മുകളിലോട്ട് വലിഞ്ഞു വരണം 3 മണിക്ക്. അപ്പൊ അത് മാക്സിമം സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ചാൽ 195 ആണ്. 195.70. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിയുടെ ക്യാൻഡിൽ നേരെ പോയി 282 ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്ത് അറ്റേ ടൈമിൽ സിയുടെ എൻട്രി നേരെ ഇത് താഴത്തോട്ട് വരുന്ന അനുസരിച്ചിട്ട് സി തിരിച്ച് 213 ഭാഗത്തോട്ട് പോകണം. ഇതാണ് കൺസെപ്റ്റ്. 2:58 ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും സിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. $208. ഒരു റെഡ് ക്യാൻഡിൽ ഒരു ക്യാൻഡിലിന്റെ തുടക്കമല്ല, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു അപ്പിന്റെ തുടക്കമല്ല. അവിടെ ക്യാൻഡിലുകൾ ഓരോന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 2:59 ആയി. അപ്പോൾ 213 വന്ന് കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ വലിവിൽ കുറച്ച് പോയിന്റ്, അതായത് റെഡ് ക്യാൻഡിൽ ആണെങ്കിലും ആ വലിവിലെ കുറച്ച് പോയിന്റ് ഈസി ആയിട്ട് കിട്ടി. ഇനി 3 മണിക്ക് 213 മുകളിലോട്ട് പോയാൽ അടുത്ത മൂവ്മെന്റ് അതുക്കും മേലെ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നല്ല മൂവൊന്നും അല്ല, നല്ല ഗ്രീൻ ക്യാൻഡിലൊന്നും അല്ല. ഇതിപ്പോൾ SMA ടച്ച് ചെയ്യും, എന്നിട്ട് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങും. പ്രീവിയസ് ക്യാൻഡിൽ എന്താണോ സംഭവിച്ചത് അതാണ് ഇപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ SMA ടച്ച് ചെയ്ത് താഴത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ SMA മൂവ് ചെയ്യണം. അല്ലായി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ, നേരെ SMA ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് വന്നു. ആ സെയിം സാധനമാണ് ഇപ്പുറത്ത് സംഭവിച്ചത്. നെക്സ്റ്റ് ഈ ക്യാൻഡിലിൽ ആദ്യം SMA ടച്ച് ചെയ്തു, അത് കഴിഞ്ഞ് നേരെ താഴത്തോട്ട് പോകുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ, ആദ്യം പ്രീവിയസ് ക്യാൻഡിൽ പിയിൽ SMA ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് പോകുന്നു. സിയിൽ
അടുത്ത ക്യാൻഡിൽ SMA ടച്ച് ചെയ്തിട്ട് നേരെ താഴത്തോട്ട് പോകും. അപ്പം അതിൻ്റെ ഇടയിൽ സ്കാൽപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് കൂടുതൽ പോയിന്റ് ഒന്നും വേണ്ട. 2ൽ നിന്നും ഒരു 5 പോയിന്റ് വെച്ചിട്ട് കിട്ടിയാൽ തന്നെ 10 പോയിന്റ്. ഒരു പരിധി കൂടുതൽ എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ 278 ആയിട്ടുണ്ട്. 4 പോയിന്റ് കൂടെ പോയാൽ 282. അതുക്കും മേളിൽ നിൽക്കണം. കണക്കും പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 183 ആണ് ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പോൾ 281.55 അതും പോരല്ലോ. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഓരോന്നും കണക്കിലാണെങ്കിൽ 286 ടച്ച് ചെയ്യണം. 286. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 183ൽ മാർക്കറ്റ് ടച്ച് ചെയ്തു. അത് നേരെ താഴത്തോട്ട് വരുന്നു. ഇവിടെ 286. അടുത്ത റെസിസ്റ്റന്റ് ഏരിയ 299 ആണ്. എവിടെ 177.90 സി ടച്ച് ചെയ്യുമ്പോൾ പി ചിലപ്പോൾ 299 ആവാം, 297 ആവാം. ഡിപ്പെൻസ് അപ്പോൺ പിയിൽ 177 ടച്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ. പിന്നെ ക്യാൻഡിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടാലി ആയത് കണ്ടോ, 177 മാർക്കറ്റ് ടച്ച് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 97, 99 എങ്ങോട്ട് വേണമെങ്കിലും ആവാം. 177 മാർക്കറ്റ് ടച്ച് ചെയ്തു. ഇവിടെ 300 ടച്ച് ചെയ്തു. രണ്ടാമത്തെ കേസ് ഇത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. നെക്സ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നിലവിലുള്ള പി ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 320ലേക്കും സി ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റിജക്റ്റ് ആവാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 195 ആണ്. ഇനി അടുത്ത 10 മിനിറ്റ്, അടുത്ത ടൈം എന്ന് പറയുമ്പോഴത്തേക്കും 3:15 കൂടി 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഒന്ന്, എഗെയിൻ മാർക്കറ്റ് സിയിലേക്ക് മൂവ് ആവണം, ഇല്ലെങ്കിൽ 320ൽ പോയിട്ട് പി നിൽക്കണം. 3:10 ആയിട്ടാണ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ പിയുടെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 320ലേക്കും സിയുടെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 195ലേക്കും. ഈ 2 മൂവിൽ ഏതെങ്കിലും ഒന്നായിരിക്കും 3:30 വരെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഗ്രീൻ ഒരു ഗ്രീനായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല. പോയാലും 320 വരെ പോയിട്ട് റിജക്ഷൻ ആവണം. കാരണം അത്ര ഒരു കണ്ടിന്യൂഷൻ ഫ്ലോ അല്ല. പിന്നെ ഈ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് 320 വരെ പോയാലേ ഉള്ളൂ. ഈ ക്യാൻഡിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലൊന്നും അല്ല. അപ്രോക്സിമേറ്റ് ലെവലാണ് 320.20 എന്നുള്ളത്. അത് നമ്മൾ ഞാനായിട്ട് വരക്കുന്ന ആ ഒരു ലെവലാണ്. അപ്പം അതിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പോയി നിൽക്കും, ചിലപ്പോൾ അതിന് 2 പോയിന്റ് താഴെ നിന്ന് റിവേഴ്സ് ആവാം, ചിലപ്പോൾ കറക്റ്റായിട്ട് അവിടെ തന്നെ പോയി ഹിറ്റ് ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും ബഫർ സോൺ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. 3:15 അപ്പം 3:15 അപ്പം സമയം 3:15, 18 സെക്കൻഡ് കൂടെ ഉണ്ട് 3:15 ആവാനായിട്ട്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ പോലത്തെ ഒരു ക്യാൻഡിൽ ഇതിവിടെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു. 3:15 ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഹയർ വിക്കാണോ ലോവർ വിക്കാണോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ RSI ഓൾറെഡി പിയിലേക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ചെന്നിട്ട് 320ൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി സിയിലായിരിക്കും അടുത്തൊരു റിവേഴ്സൽ മൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നത്.
ആദ്യത്തെ ഒരു മിനിറ്റ് ക്യാൻഡിലിനൊന്ന് സെറ്റിൽ ആവാനുള്ള ടൈമുണ്ട്. കാരണം ഈ ഒരു ക്യാൻഡിൽ അത്ര ആരോഗ്യമുള്ള ക്യാൻഡിലല്ല. അത് ഏത് നിമിഷവും തിരിച്ച് താഴത്തോട്ട് വരാം. അതാണ് 3.15 ക്യാൻഡിലിൽ മാർക്കറ്റ് തിരിച്ച് 229 വന്നു. ആ ലെവലും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ കറക്റ്റ് SMA വന്ന് മുട്ടും. SMA വന്ന് മുട്ടുമ്പോൾ തിരിച്ച് 177 ഭാഗത്തേക്ക് മൂവ് ചെയ്യണം. ഇപ്പൊ എവിടെയാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഡോജി ക്യാൻഡിലിന്റെ ലോവർ വിക്കിലാണ് പോയി ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടുത്തെ റിജക്ഷൻ ആണ്. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് പോകണം. തിരിച്ച് 177 വരണം. ആ സമയത്ത് ഇവിടെ SMA ടച്ച് ചെയ്യണം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. അതാണ് ഈ ക്യാൻഡിലിൽ ആരോഗ്യമില്ലാത്ത ക്യാൻഡിലാണ്. ഏത് നിമിഷവും തിരിച്ച് താഴത്തോട്ട് വരാം. അതാണ് 3.15 ക്യാൻഡിലിൽ കോൺസെൻട്രേഷൻ ചെയ്തത്. എന്ത് ഫാസ്റ്റ് ആയിട്ടാ പോണേ. അപ്പൊ നമ്മളത് കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്കറിയാം മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏത് രീതിയിൽ എപ്പോ ഏത് ടൈമിൽ ഏത് രീതിയിലൊക്കെ മാർക്കറ്റിൽ വരുന്നു പോയി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒതുങ്ങി കൂടും. ഈ ഒരു റിജക്ഷനെ ബേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് ഒതുങ്ങി കൂടണം. കാരണം SMA ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. 3.22 ആയിട്ടുണ്ട്. പറഞ്ഞ പ്രകാരം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് തന്നെ നിൽക്കുന്നു. ഒരു പരിധി കൂടുതലൊന്നും ഇനി മൂവ്മെന്റ് എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോ എനിവേ ക്യാൻഡിലുകളെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി ഒരു വർഷമെങ്കിലും ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പലതിന്റെ പുറകെ പോയിട്ടൊന്നും ഒരു കാര്യങ്ങളില്ല. ഞാനിപ്പോ ഒരു 2.5-3 വർഷമായിട്ട് ഈ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിന്റെ മൂവ്മെന്റ് കൃത്യമായിട്ടൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഒരു 60% ഒക്കെ കാര്യങ്ങളും ക്യാൻഡിലിന്റെ മൂവ്മെന്റുകളൊക്കെ പറയാൻ പറ്റുന്നത്. അത് എല്ലാവർക്കും പറ്റും. വീഡിയോ കാണുന്നവർക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാ. അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെ ഇരുന്നാൽ മാത്രമാണ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറയാനാ? കൂടുതലൊന്നും പറയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്.